നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന ആദ്യ റൗണ്ട് മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. മയോർക്കയായിരുന്നു സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റയലിനെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും മത്സരത്തിൽ ഓരോ ഗോളുകൾ വീതമാണ് നേടിയത്. റയലിൻ്റെ ഗോൾ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയുടെ വകയായിരുന്നു. മറ്റൊരു ബ്രസീലിയൻ താരമായ വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു ഈ ഗോളിന് അസിസ്റ്റ് നൽകിയിരുന്നത്. സൂപ്പർ താരം കിലിയൻ എംബപ്പെ ലാലിഗയിൽ അരങ്ങേറ്റം നടത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. എന്നാൽ അദ്ദേഹത്തിന് ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതോടെ വിമർശകർ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പരിഹസിച്ചുകൊണ്ടുള്ള എതിർ ആരാധകരുടെ ചില പ്രതികരണങ്ങൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ആരാധകൻ ഈഡൻ ഹസാർഡ് 2.0 എന്നാണ് എംബപ്പയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഹസാർഡിന് റയലിൽ തിളങ്ങാൻ കഴിയാതെ പോയ പോലെ കിലിയൻ എംബപ്പയ്ക്കും റയലിൽ തിളങ്ങാനാവില്ല എന്നാണ് ഈയൊരു ആരാധകൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. വളരെ മോശം സ്ട്രൈക്കർ എന്നാണ് ഒരു ആരാധകൻ എംബപ്പയെ വിമർശിച്ചിട്ടുള്ളത്. എംബപ്പെ ബെഞ്ചിൽ ഇരിക്കുന്നതാണ് നല്ലത്, വളരെ മോശം പ്രകടനം, എൻ്റെ 2 മണിക്കൂർ പാഴായി പോയി എന്നാണ് മറ്റൊരാൾ ട്വിറ്ററിൽ എഴുതിയിട്ടുള്ളത്. നിലവിൽ റയൽ മാഡ്രിഡ് 3 ലെഫ്റ്റ് വിങ്ങർമാരെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. ഇത് വളരെ മോശം ഐഡിയയാണ് എന്നാണ് മറ്റൊരാൾ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇത് ഫാർമേഴ്സ് ലീഗ് അല്ല എന്നത് എംബപ്പെ തിരിച്ചറിഞ്ഞ നിമിഷം എന്നാണ് ഒരാൾ പരിഹസിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളത്. ചുരുക്കത്തിൽ ഒരൊറ്റ മത്സരത്തിൽ മോശമായതോടുകൂടി തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് കിലിയൻ എംബപ്പയ്ക്ക് ഏൽക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ താരത്തെ അലട്ടില്ല എന്നാണ് റയലിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നത്. അടുത്ത മത്സരത്തിൽ കിലിയൻ എംബപ്പയും അതുപോലെ തന്നെ റയലും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ അവരുടെ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.